ഓപ്പറേഷൻ കഴിഞ്ഞു. അമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല. ഡോക്ടർ പറഞ്ഞു ഫർദർ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. കുമ്പസാരത്തിൽ ഓൺ ദ സ്പോട്ട് തന്നെ എന്റെ ഡിപ്രഷനും മൈഗ്രെയിനും മാറി. ഞാൻ ജെറുസലേം വന്നു. 5 വെള്ളിയാഴ്ച നിയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി നല്ല ഉയർന്ന മാർക്കോടെ അവൾ പാസ്സാകുകയും, ഞാൻ ആദ്യം ഇവിടെ വന്നിരുന്നത് ഒരു കാല് വെച്ച് ഒരു കാല് വെച്ച് പതുക്കെയായിരുന്നു. ഇന്ന് എനിക്ക് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം, എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. സൊറയില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. മഴ പെയ്യുന്നോണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ മഴയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കിണറ്റിൽ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുക. അപ്പം അത് കാരണം പലരും വന്നിട്ട് കഴിഞ്ഞ ദിവസം അച്ഛാ വെള്ളമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇടവകയിൽ വലിയ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടന്ന്, അപ്പോൾ ചില കുഞ്ഞുങ്ങൾ പറഞ്ഞു അമ്മയെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവില്ലേ, കുടയും കൂടി കയറുക. അമ്മ കുടയെടുക്കാതെ പോകുന്നത്. മോൻ പറയാം മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ തീർച്ചയായിട്ടും മഴ പെയ്യും, കുടയൊന്നും വേണ്ട, നമുക്ക് പ്രാർത്ഥിച്ചു വരാമെന്ന്. നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ആ മോൻ അമ്മയോട് പറഞ്ഞു അമ്മയെ കുടയെടുത്തോ, മഴയ്ക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കാൻ പോകുന്നത്, അത് ഞാനിവിടെ വന്നിട്ടേ മഴ പെയ്യുള്ളൂ എന്ന്. അമ്മയുടെ വിശ്വാസം നോക്കിയാൽ വലത് കരമുയർത്തി. പ്രൈസ് ദി ലോർഡ്. നമ്മളിവിടെ നിന്ന് രാവിലെ തുടങ്ങിയത് പ്രാർത്ഥന, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. പല സ്ഥലങ്ങളിലും മഴ കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ പെയ്യുന്നുണ്ട്, പേടിക്കേണ്ട, നമ്മുടെ കിണറ്റിലൊക്കെ വെള്ളമൊക്കെ വന്നോളും. പ്രാർത്ഥന കേട്ട കുറച്ച് വ്യക്തികളുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് ഇപ്പൊ നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത്. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ഓരോ സാക്ഷ്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ എന്നിലും ഇതുപോലൊരു വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്നുള്ളതായിരിക്കണം ഈ സാക്ഷ്യത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ നന്മ. നമുക്ക് ശ്രദ്ധിക്കാം. ആമുഖമായ ആദ്യത്തെ സാക്ഷ്യം നൽകുന്നത് അന്റോണിയോ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. 2015 ഞങ്ങളിവിടെ താമസിച്ച് ധ്യാനം കൂടി. അത് കഴിഞ്ഞ് 2016 ഞാൻ ക്യാരിയിങ് ആയി. 3 മാസം കഴിഞ്ഞപ്പോൾ ഉണ്ണിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന് പറഞ്ഞു, വളർച്ചയില്ല, അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു ദിവ്യ വൈദ്യനൌഷധവുമായ യേശുവേ എന്നിലും എൻ്റെ ഗർഭസ്ഥ ശിശുവിലും വന്ന് നിറയണമേ എന്ന പ്രാർത്ഥന എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെല്ലാൻ പറഞ്ഞു. വെള്ളിയാഴ്ച ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിച്ച് ബുധനാഴ്ച ഞങ്ങൾ സ്കാനിങ്ങിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉണ്ണിക്ക് ഇപ്പോൾ നല്ല വളർച്ചയും ഫുൾ ഹാർട്ട് ബീറ്റും ഉണ്ട്, അബോർഷൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഫെബ്രുവരി 24 ഞങ്ങൾക്കൊരു ആൺകുഞ്ഞിനെ തന്ന് ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇവിടെ 7 വർഷത്തിന് ശേഷം താമസിച്ച് ഇവിടെ ധ്യാനത്തിൽ കൂടിയതിന്റെ ഫലമായി കിട്ടിയ കുഞ്ഞാണ്. 3 മാസം കഴിഞ്ഞപ്പോൾ അതിന് ഹാർട്ടിന് പ്രശ്നമുണ്ട് എന്ന്, അതുകൊണ്ട് അബോർട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് വൈദ്യശാസ്ത്രം കൽപ്പിച്ചപ്പോൾ ലോകത്തിന്റെ വാക്കുകളോട് നോ പറഞ്ഞ് ദൈവം പറഞ്ഞതനുസരിച്ച് കുഞ്ഞിനെ ദൈവം നോക്കിക്കൊള്ളുമെന്ന് വിശ്വസിച്ച ഒരു വിശ്വാസികളുടെ കുടുംബമാണ് ഈ നിൽക്കുന്നത്. ഇത് അന്റോണിയോ എന്ന് പറയുന്ന മകന് യാതൊരു തരത്തിലുള്ള അസുഖമില്ലാതെ പൂർണ്ണ വളർച്ചയെത്തി സുന്ദരനായ കുഞ്ഞിനെ ദൈവം നൽകിയിരിക്കുകയാണ്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്തും. കർത്താവിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്കു എതിരു നിൽക്കും, കർത്താവിന്റെ കൂടെയുള്ളപ്പോ ആരെനിക്ക് നാശം വരുത്തും. കർത്താവിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്കു എതിരു നിൽക്കും, കർത്താവിന്റെ കൂടെയുള്ളപ്പോ ആരെനിക്ക് നാശം വരുത്തും. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല, എന്റെ കർത്താവിൻ കൂടെയുണ്ട്. സാക്ഷ്യം നൽകുന്നു ആനി. എൻ്റെ പേര് ആനി, സ്ഥലം പെരിങ്ങോട്ടുകര. ഞാൻ എൻ്റെ മകൻ ജെയ്സിന് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. പല കാരണങ്ങളാൽ അവൻ്റെ വിവാഹം ആലോചിച്ചിട്ട് നടക്കാതെ ഇരുന്നപ്പോൾ ഞാൻ ഇവിടെ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു നമ്മുടെ ചാവറപിതാവിനെയും പ്രസമ്മേനെയും വിശുദ്ധരാക്കണ സമയത്താണ് ഞാൻ വന്നത്. അവരോട് നിയോഗം വെച്ച് 7 ആഴ്ച വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ 4ാമത്തെ ആഴ്ച ഇവിടെ വന്ന് ചെന്നപ്പോൾ തന്നെ അവൻ്റെ ഒരു കല്യാണകാര്യം ശരിയായി.
നല്ല ഒരു ഇണയെ തന്ന് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. യേശുനാഥന്, ജെറുസലേം നാഥന് ആയിരം നന്ദി. എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവുകയില്ല. ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുള്ളതാണ്, അച്ഛനെ കാണാറുണ്ട്. ഇങ്ങനെ ദൈവം നടത്തി തന്നതിന് ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ. പ്രിയപ്പെട്ടവരെ, ചില വെളിപ്പെടുത്തലാണ് അൾത്താരിൽ നിന്ന് പുരോഹിതർ നൽകുന്നത്. ഒരു ദൈവിക ശുശ്രൂഷ സമയത്ത് ഒരു പുരോഹിതൻ നൽകുന്ന ആ നിർദ്ദേശം കൃത്യമായി പാലിക്കുന്നവർക്കാണ് ഈ അത്ഭുതം നടക്കുന്നത്. അന്ന് യുപ്രാസ്യമ്മയുടെയും ചാവറിയച്ഛന്റെയും നാമനിർദ്ദേശം നൽകുമ്പോൾ, വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുമ്പോൾ പ്രാർത്ഥിക്കുക, ആദ്യത്തെ പ്രാർത്ഥന സ്വർഗത്തിൽ ചെലുത്തുമെന്ന്. അത് കൃത്യമായിട്ട് അനുസരിച്ചു, കൃത്യമായിട്ട് പാലിച്ചു. തൽഫലമായിട്ട് അവരുടെ പേര് വിളിക്കുന്ന ആ അവസരത്തിൽ തന്നെ പ്രപ്പോസൽ വന്ന് അത് സ്ഥിരീകരിച്ചു, വിവാഹിതരായി. കരങ്ങളടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, വിവാഹം നടക്കാതെ ഇന്ന് കുറച്ച് പേര് എന്നോട് ഒന്ന് പറഞ്ഞ് 2-3 പേര് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇതിനകത്ത് വിവാഹം നടക്കാത്തതിന്റെ പേര് വേദനിച്ചു വന്നവരുണ്ടായിരിക്കാം. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 5:30 മണിക്ക് ആരംഭിച്ച് 6:15 സമാപനം കുറിക്കുന്ന മെക്സിക്കോറെ അമ്മ ദിശ അറിയാത്തവർക്ക് ദിശ കാണിച്ചു. നമ്മുടെ ഈണ, നമ്മുടെ തുണ എവിടെയാണെന്ന് അമ്മയ്ക്ക് അറിയാം. അവർക്ക് ആ വസ്ത്രം നിൽക്കണം കണ്ട് പറന്നാ നിൽക്കുന്നത്. വൈകിട്ട് നടക്കുന്ന ആ പ്രാർത്ഥനയിൽ മംഗല്യ യോഗത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന സഹോദരിമാരോ സഹോദരന്മാരോ ഉണ്ടെങ്കിൽ കുടുംബസമയം ഒന്ന് പ്രാർത്ഥിക്കാൻ അമ്മ നൽകിയ സന്ദേശം നിങ്ങളെ അറിയിക്കുന്നു. സാക്ഷ്യം നൽകുന്നു റയാൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ മകൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. മകനെ കല്യാണം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടായില്ല. ഞാൻ അവനോട് എന്നും പറയും ഒരു ഡോക്ടറെ പോയി കാണാൻ. അവൻ പറയും ദൈവം തരും, ദൈവം തരും. ഞാൻ ഇവിടെ വന്ന് 7 ആഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ മോന് ഒരു കുഞ്ഞുണ്ടായി. അവൻ്റെ പേര് റയാൻ. അമ്മയുടെ ബുദ്ധിയാണ്. അമ്മ പറഞ്ഞു ഡോക്ടറെ കാണാൻ. അവൻ പറഞ്ഞു ദൈവം തരും. അവസാനം ദൈവം തന്ന കുഞ്ഞാണ്. ഇപ്പോൾ മകന്റെ കുഞ്ഞിനെ ഇതാ മകന്റെ ജീവിത പങ്കാളി കാര്യങ്ങൾ. മോന്റെ പേരെന്തെന്നാ? മോന്റെ പേര് റിൻഡോ. റിൻഡോയുടെ മോൻ റയാൻ. ഇപ്പൊ ദൈവം തരുന്നു. ഇപ്പൊ എന്താ ഉണ്ടായത്? അമ്മ ചിലപ്പോ പറയും അതൊക്കെ ഒരു ബുദ്ധിയാണ്. പക്ഷെ ആ ബുദ്ധിയിൽ നിന്ന് വിട്ടുമാറി അവൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രമിച്ചതിന്റെ ഫലമായി 3 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ കർത്താവ് നൽകി. കരങ്ങൾ അടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്കു എതിരു നിൽക്കും? കർത്താവിന്റെ കൂടെയുള്ളപ്പോ ആരെനിക്ക് നാശം വരുത്തും? ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല, എന്റെ കർത്താവിൻ കൂടെയുണ്ട്. ഞാൻ ഭയപ്പെടില്ല, ഞാൻ പതറുകില്ല, എന്റെ കർത്താവിൻ കൂടെയുണ്ട്. എന്റെ കർത്താവിൻ കൂടെയുണ്ട്. സാക്ഷ്യം നൽകുന്നു അലോഷ്യസ്. എൻ്റെ പേര് അലോഷ്യസ്. ഞാൻ വല്ലച്ചിറയിൽ നിന്ന് വരുന്നു. ഞാനും എൻ്റെ അമ്മയും മാർച്ച് മാസത്തിലെ ജാഗരണ പ്രാർത്ഥനയിൽ ഇവിടെ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു നിയോഗം ഉണ്ടായിരുന്നു. ഞാൻ ഒരു എക്സാം എഴുതിയിരുന്നു. അയാട്ട എന്നാണ് എൻ്റെ പേര്. ഇന്റർനാഷണൽ ആയി ട്രാൻസ്പോർട്ട് അസോസിയേഷൻ്റെ ഒരു എക്സാമാണ്. അപ്പോൾ അതിൽ പാസ്സാവണമെന്ന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ജെറുസലേം നാഥൻ്റെ അനുഗ്രഹത്താൽ ഞാൻ അതിൽ പാസ്സായി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മയും മോനും കൂടിയിട്ട് ജാഗരണ പ്രാർത്ഥന നമുക്ക് വരുന്ന വിവാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച വൈകിട്ടാണ് ഈ ജാഗരണ പ്രാർത്ഥന നടക്കുന്നത്. ജാഗരണ പ്രാർത്ഥന അമ്മയും മകനും കൂടി വന്ന് നോക്കണേ. ആ കുടുംബത്തിന്റെ ആ പ്രത്യേകമായ നിയോഗത്തിന് വേണ്ടി രാത്രികാലത്ത് ഉറങ്ങി വിശ്രമിക്കേണ്ട സമയത്ത് ശക്തമായി വന്ന അമ്മയും മകനും ഒന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അവൻ എഴുതിയിരുന്ന പരീക്ഷയിൽ ഉന്നതമായ വിജയം നൽകി കർത്താവ് അനുഗ്രഹിച്ചു. എന്താ ഇതെന്ന് പഠിക്കുന്നത്? ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആളുകളുണ്ട്, വളരെയധികം പേര് ത്യാഗം ചെയ്ത് വന്നവരുണ്ട്. ത്യാഗം ചെയ്തൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. അതാണ് തരുന്ന സന്ദേശം. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സാക്ഷ്യം നൽകുന്നു
ഇവ മരിയ. എൻ്റെ മകളുടെ പേര് ഈവ മരിയ. 1.5 വയസ്സായ മകളാണ്. അവൾക്ക് ഏപ്രിൽ 26 പനി തുടങ്ങി മരുന്ന് കൊടുക്കണ്ടായിരുന്നു. പക്ഷെ ഒരു കുറവുണ്ടായിരുന്നില്ല. 2-ാം തീയതി വിൻസെന്റ് പോളിൽ അഡ്മിറ്റ് ആക്കി. 2-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ പറ്റില്ല, ജൂബിലി മിഷനിലേക്ക് ICUവിലേക്ക് മാറ്റേണ്ടി വരുന്നു. അങ്ങനെ ജൂബിലി മിഷനിലേക്ക് മാറ്റി. അവിടെ നിന്ന് 2-ാം തീയതി കഴിഞ്ഞ് ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച ആയപ്പോൾ വ്യാഴാഴ്ച വൈകുന്നേരം ഡോക്ടർ പറഞ്ഞു ഇവിടെ പറ്റില്ല, അമൃതയിലേക്ക് കൊണ്ടുകൊണ്ട് വരും, മരുന്നൊന്നും ഫലിക്കണില്ല എന്ന്. അങ്ങനെ വെള്ളിയാഴ്ച ഇവിടെ ഫോണിൽ കൂടെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അപേക്ഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച ഒരു വൈകുന്നേരം ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ശനിയാഴ്ച കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞു. ശനിയാഴ്ച വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇത്തിരി കുറവുണ്ട്, മരുന്ന് ഫലിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച കഴിഞ്ഞ് ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച ICU പുറത്ത് റൂമിലേക്ക് ആക്കി. അങ്ങനെ ആ ആഴ്ച ഇവിടെ പോരുകയും ചെയ്തു. വെള്ളിയാഴ്ച ഇവിടെ അച്ഛനെ വന്ന് കണ്ടു. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ദിവ്യവൈദ്യനും ഔഷധമായ യേശുവെ ഇനി വന്ന് നിറയണമേ എന്ന പ്രാർത്ഥന കൊടുത്തു. കുരുക്കൊഴിഞ്ഞ മാതാവിനുള്ള ജപവും വെളിച്ചെണ്ണയും പെരട്ടി. ചൊവ്വാഴ്ച അവൾക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചൊവ്വാഴ്ച കൊണ്ടുവരാൻ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് മാതാവിന് വെളിച്ചെണ്ണ പെരട്ടി ചൊവ്വാഴ്ച ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇത് നേഴ്സാന്ന് വിചാരിച്ചിട്ടൊക്കെ അറിയുന്നത് കുറെ കുത്തു കിട്ടിയെന്ന്. മരുന്ന് നമ്മ കേട്ട് പറഞ്ഞ ആ സമയം തുടങ്ങി പിടിച്ച കരച്ചില്ല. ഇത് അച്ഛനാണിത്, ഇത് അച്ഛൻ്റെ കയ്യിൽ സിറിഞ്ചില്ല, നോക്കിയേ, കണ്ട അച്ഛൻ്റെ കയ്യിലൊന്നുമില്ല, കയ്യിലൊന്നുമില്ല, ഇത് അച്ഛനാണ്. കുട്ടികൾ പേടിക്കാണ്ടിരിക്കോ, കുത്തയ്ക്ക് വന്ന എന്തോരം കുത്തതിന് കിട്ടിയെന്ന് അറിയോ? ഇത് അച്ഛനാണ്, ഇത് അച്ഛനാണ് കേട്ടോ, കരയണ്ട. കൈയടിച്ച് കത്താണോക്കെ നന്ദി പറയാൻ നോക്ക്, കരം ഉയർത്തി അടിച്ച്. കർത്താവിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്കു എതിരു നിൽക്കും? കർത്താവിന്റെ കൂടെയുള്ളപ്പോ ആരെനിക്ക് നാശം വരുത്തും? കണ്ടോ പ്രിയപ്പെട്ടവരെ, ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മാറുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ കൃപ കിട്ടുന്നത് അത് ജ്ഞാനമുള്ളവർക്കാണ് സാധിക്കുക. ജ്ഞാനമുള്ളത് കൊണ്ടാണ്. വിൻസെന്റ് പോളിൽ നിന്ന് മിഷൻ ഹോസ്പിറ്റലിലേക്കും മിഷൻ ഹോസ്പിറ്റലിനും അമൃതയിലേക്കും കൊണ്ടുപോകുന്ന സമയത്ത് ദൈവത്തെ വിളിക്കാൻ, ദൈവനാമം വിളിക്കാൻ, കണ്ണുനീരോടെ വിളിക്കാൻ, അവിടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്. വളരെ ഒരു വലിയ ത്യാഗം, ഒരു വേദന വരുന്ന സമയത്ത് വിളിക്കുന്ന വിളി അത് ഹൃദയം പൊട്ടിയ വിളിയാണ്. കാരണം കർത്താവ് കുരിശിൽ കിടന്ന് വിളിച്ചതുപോലെ ആ കാൽവരി മലം മുഴുവൻ, ആ മുകൾ മുഴുവൻ പൊളിയുന്നൊരു കരച്ചിലാണ് ആ കുരിശ് കിടന്ന് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ കരച്ചിലാണ് ഇപ്പൊ കണ്ടത്. കുട്ടി ഇവിടുന്ന് പോയിപ്പോ സമാധാനായി. ഈ അച്ഛൻ ഒരു ഡോക്ടറാണോ നേഴ്സാന്ന് വിചാരിച്ചിട്ട് ഭാവിട്ട് വല്ല കുത്തുകിട്ടോ വേറെ പിടിച്ചിട്ടുള്ള കരച്ചിലാണ്. പക്ഷെ ആ കരച്ചില് സന്തോഷമായി മാറി. ഇതാ നമുക്ക് സാക്ഷ്യം കേൾക്കാം. റയ്യാൻ. എനിക്ക് 2 സാക്ഷ്യം പറയാനുണ്ട്. എൻ്റെ പേര് മഞ്ജുഷ, ഹസ്ബൻഡിൻ്റെ പേര് ജാൻവിൻ, ചാലക്കുടിയിൽ നിന്ന് വരുന്നു. ഞങ്ങൾക്ക് 2 കൊല്ലമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. അവൻ്റെ ഡാഡിയും മമ്മിയും 9 വെള്ളിയാഴ്ച നിയോഗം വെച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി എല്ലാ തടസ്സങ്ങളും നീക്കി ദൈവം ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. എൻ്റെ ഗർഭാവസ്ഥയിൽ പലവിധ തടസ്സങ്ങൾ വന്നിരുന്നു. പ്ലാസൻ്റെ അടിയിലാണ്, കുട്ടിയുടെ തല മുകളിലാണ്, അതുകൊണ്ട് സുഖപ്രസവം കിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഫോൺ മിനിസ്ട്രിയിൽ വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു. അവിടെ നിന്ന് എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞിരുന്നു. ദിവ്യവൈദ്യനും ഔഷധമായ ഈശോയെ എന്നിൽ വന്ന് നിറയണമേ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശദീകരിച്ച് എന്നെയും എൻ്റെ ഗർഭസ്ഥ ശിശുവിനെയും പൂർണ്ണമായി സുഖപ്പെടുത്തണമേ. ഈ പ്രാർത്ഥന പലതവണ ഏറ്റുചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ജെറുസലേം നാഥൻ എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. സുഖപ്രസവത്തിലൂടെ ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇതാ നോക്കുക, ദിവ്യവൈദ്യനും ഔഷധമായ ഈശോയെ വന്ന് നിറയണം. ഒരു പ്രാർത്ഥനയുടെ ഫലമായി ദൈവം നൽകിയൊരു കുഞ്ഞാണ് ഇപ്പോൾ ഈ അൾത്താരയിൽ ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ജനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ പ്രാർത്ഥനയോട് ഫലിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയ ഒരു കൃപ അവർ കാണാം. ഇരിക്കുമ്പോഴും അവർ കൈര്യങ്ങൾ ഇരിക്കുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾ ഇരിക്കണം നോക്കിയാൽ വളരെ ശാന്തമായി ഈശോ എഴുന്നള്ളി വരുന്ന ഈ അൾത്താരയിലാണ് ഈ കുഞ്ഞിരിക്കുന്നത്.
ഈശോയ്ക്ക് സദൃശ്യമാണ് ഈ കുഞ്ഞുങ്ങളെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ ഈശോയാണ് വളർത്തുന്നത്. കർത്താവ് നൽകിയ ഈ വലിയ സ്നേഹ സമ്മാനത്തെ ഓർത്ത് കുടുംബം സന്തോഷിക്കുന്നതോടൊപ്പം നമുക്ക് സന്തോഷിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൈകളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് കർത്താവാണൻ സങ്കേതവും അവിടുന്നാണൻ പരിചയുമേ. കർത്താവാണൻ സങ്കേതവും അവിടുന്നാണൻ പരിചയുമേ. എല്ലാം എന്നെ ശുഭത്രേ, എനിക്കെല്ലാം എന്നെ ശുഭത്രേ. ഒരു സാക്ഷ്യം കൂടി പറയാനുണ്ടെന്ന്. ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ മമ്മിക്ക് ഒരു ചെറിയ വയറുവേദന വന്നിരുന്നു. അപ്പൊ യൂട്രസിന്റെ തിക്നെസ് കൂടി വരാന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ സമയത്ത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ക്യാൻസറിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. അപ്പൊ ആ സമയത്ത് തന്നെ ഇവിടെ ഫോണിൻ മിനിസ്ട്രിയിൽ വിളിച്ച് പ്രാർത്ഥന സഹായം അപേക്ഷിച്ചു. അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞു ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ. അതുപോലെ മമ്മി പലതവണ ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചു. എന്തായാലും പൂർണ്ണമായ അസുഖം ഭേദമാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യൂട്രസ് റിമൂവൽ സർജറി ചെയ്തു. പൂർണ്ണമായി സുഖപ്പെട്ടു. ക്യാൻസർ പൂർണ്ണമായി മാറി. ജെറുസലേംനാഥൻ പൂർണ്ണമായി സുഖപ്പെടുത്തി. നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഫോണിൻ മിനിസ്ട്രി രാവിലെ 10 മണി മുതൽ 4 മണി വരെ ഇവിടെ നടക്കുന്നുണ്ട്. 6181 എല്ലാ കടലാസിലെ നമ്പറുകളുണ്ട്. നിങ്ങളുടെ ദുഃഖനാളിലും ചിലപ്പോൾ അച്ഛന്മാരെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാതെ വരുമ്പോഴും ഫോണിൻ മിനിസ്ട്രിയിലേക്ക് വിളിക്കുക. അവിടെ പേരുകൾ ഓരോ ദിവസത്തെ ബലിയിൽ സമർപ്പിച്ച് വൈദികർ പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നന്ദി പറയാം. നമുക്ക് സാക്ഷ്യം നൽകുന്നു റോഷൻ. എൻ്റെ പേര് ഫിലോമിന. ഞാൻ ആമ്പല്ലൂരാണ് സ്ഥലം. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത്. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് 2.5 വർഷമായി കുട്ടികളുണ്ടായില്ല. ഇവിടെ 7 വെള്ളിയാഴ്ച നിയോഗം വെച്ച് മാതാവിൻ്റെ മാധ്യസ്ഥം തേടി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അവൻ യാതൊരു കുഴപ്പമില്ലാതെ സുഖപ്രസവമായി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. 2 വർഷത്തിലധികമായി കുഞ്ഞുങ്ങളില്ലാതെയെന്ന് വിഷമിച്ചിരുന്ന മകൾക്ക് വേണ്ടി ഒരു അമ്മയുടെ കണ്ണുനീര് ഈ മണ്ണിൽ വീണപ്പോൾ വീഴുന്നതിനേക്കാൾ മുൻപായിട്ട് ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ച ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, സ്ഥിരതയോടെ പ്രാർത്ഥിക്കുമ്പോൾ, മുട്ടിപ്പായി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. കൈകളടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയാം. കരങ്ങൾ ഉയർത്തിയടിച്ച് കഥാനെ മഹത്വപ്പെടുത്താം. കർത്താവിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്കു എതിരു നിൽക്കും? കർത്താവിന്റെ കൂടെയുള്ളപ്പോ ആരെനിക്ക് നാശം വരുത്തും? കർത്താവിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്കു എതിരു നിൽക്കും? കർത്താവിന്റെ കൂടെയുള്ളപ്പോ ആരെനിക്ക് നാശം വരുത്തും? ഉയർത്തിയടിച്ച് ഞാൻ ഭയപ്പെടില്ല.